കോഴിക്കോട് ബീച്ച് സൈഡാണ്, എന്നാൽ പക്ഷേ എക്സാക്ട് ബീച്ച് സൈഡല്ല. വലിയങ്ങാടിക്കുന്ന് പുഷ്പം ജംഗ്ഷനിലോട്ട് പോകുന്ന റൂട്ടാണിത്. ഇത് കടൽക്കര ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ബീച്ച് കുറച്ച് അപ്പുറത്താണ്. ഞാനിപ്പോൾ വലിയങ്ങാടിക്കും പുഷ്പം ജംഗ്ഷനും നേരെ നടക്കുകയാണ്. ഇവിടെ നല്ലൊരു തട്ടുകടയുണ്ട്, അലിബായ്സ് തട്ടുകട. ഞാനിപ്പോൾ അതിൻ്റെ മുമ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒരു നോവൻ ഇടിക്കാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ല. ഞാനിപ്പോൾ അതിൻ്റെ മുമ്പിൽ തന്നെ നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ അലിബായ്സ് തട്ടുകട. നല്ല കോഴിക്കോടൻ സ്നാക്സും ഫുഡും എല്ലാം അവിടെ കിട്ടും. നമുക്കന്നേരം ബാക്കി ഉള്ളിൽ കയറിയിട്ട് എൻ്റെ വിശേഷങ്ങൾ അറിയാം. ബാ. നമസ്കാരം ഗിരീഷേട്ടാ. തട്ടുകടയിലേക്ക് സ്വാഗതം. ഇതാണ് ഗിരീഷേട്ടൻ. ഗിരീഷേട്ടൻ്റെയും കൂടെ ആണിത്. ആരൊക്കെ കൂടിയിട്ടാണ് ഇത്? ഞങ്ങൾ 6 പേരാണ്. 6 പേരാണ്. ഓക്കെ. ഇതിൻ്റെ ചെയർമാൻ റയീസ് മോയി എന്ന് പറഞ്ഞ ഒരു ആർക്കിടെക്റ്റാണ്. ഓക്കെ. പിന്നെ ഒരു ഉമ്മർ എന്ന് പറഞ്ഞ ആളുണ്ട്, അവരാണ് ഉമ്മർ. ഓക്കെ, നമസ്കാരം. ഒരു ഉമ്മർക്ക. പിന്നെ നിയാസ് പുളിക്കലകത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു പരപ്പനങ്ങാടിയുള്ള ഒരു ആളുണ്ട്. പിന്നുള്ളത് ലബീബ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. പിന്നെ താരാടൻ സുലൈമാൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. ഒരു 6 പേര് ചേർന്നിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. കപ്പലി കച്ചവടം ഉണ്ടോ? ഇല്ല, അത് നമ്മളെ ഒരു തട്ടുകട കോൺസെപ്റ്റാണ്. തട്ടുകട കോൺസെപ്റ്റ്. കാരണം നമ്മൾ ഉന്തുവണ്ടി ശരിക്കും അങ്ങനെ പുറത്തേ കണ്ടിട്ടുള്ളൂ. ഇതിപ്പോൾ ഇൻസൈഡിലേക്ക് ഒരു ഇൻറ്റീരിയർ പോലെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് വെച്ചേക്കാണ്. അവിടെ തന്നെ ഗ്യാസ് സ്റ്റൗവും ഉണ്ട്, വലിയ വലിയ പാത്രങ്ങൾ ഉണ്ടാക്കാനൊക്കെ ബാക്കിയുള്ളത്. കനലൊക്കെ ഇട്ട് ചൂടാക്കി വെച്ചേക്കാണല്ലോ. ഇത് നമ്മൾ മീനൊക്കെ ചുടുന്നുണ്ട്, നാടൻ ചുടലുകളുണ്ട്. ഓക്കെ. ഇത് എന്താണ് അലിബായ്സ് തട്ടുകട? ഇത് അലിബായ് എന്ന് പറഞ്ഞ നമ്മളൊക്കെ ഈ കുറ്റിച്ചറ ഈ ഏരിയയിലൊക്കെ ഒരു പഴയൊരു ഭക്ഷണപ്രിയ ഉണ്ടായിരുന്നു, അലിബായ് എന്ന്. അങ്ങനെ ഒരു പഴയ കാലം ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അവരൊരു പേരിനോട് അങ്ങനെ ഒരു കോൺസെപ്റ്റ് വന്നത്. നമ്മുടെ എക്സാക്ട് തട്ടുകടയാണോ അതോ? അല്ല, നമ്മൾ റെസ്റ്റോറൻറ്റ് രീതി തന്നെയാണ് പോകുന്നത്. പക്ഷേ ഒരു തട്ടുകട നമ്മൾ ആ പേരിനോട് അനുബന്ധിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതെ. നമ്മളിത് 1 വർഷം സ്പെഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അലിബായ് സ്പെഷ്യലാണ്. സ്പെഷ്യലാണ് ചുട്ടത് അയല, ആവോലി, കരിമീൻ, പൊരിച്ചത് സ്പ്രിംഗ് ചിക്കൻ, കടുക്ക, അയല, ആവോലി, കരിമീൻ, ചെമ്മീൻ, ഫിഷ് പഞ്ഞീൻ ഉണ്ടോ? കിട്ടാത്തോണ്ടാണ്. പിന്നെ റോസ്റ്റുകളാണ്. ചിന്നമുട്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴി ചേർന്ന കുഞ്ഞുമുട്ടയാണ്. നമ്മുടെ കോഴിയുടെ മുട്ട ആവുന്നതിന് മുമ്പ് ഒരു അതെ, അതാണ് ചിന്നമുട്ട. കടുക്ക മസിൽസ്, അത് തന്നെ. കാട, പിന്നെ പ്രോൺസ് ഡ്രൈ ഫ്രൈ, ചിക്കൻ നിറച്ചത്, പിന്നെ മട്ടൻ തല മൊത്തത്തിലുള്ളതുകൊണ്ട് ഒന്നുകൊണ്ട് പീസായിട്ടുള്ളതുകൊണ്ട്, മട്ടൻ വരട്ടിയത്, ലിവർ, ചിക്കൻ കുരുമുളക്, ബീഫ് വരട്ടിയത്, മുളകിട്ടത്, നെയ്മീൻ, ഐക്കൂറ തല, പിന്നെ ഫ്രൈഡ് ഐസ്ക്രീം പൊരിച്ചത്. അത് സ്പെഷ്യലാണ്, അലിബായ് സ്പെഷ്യലാണ്. പിന്നെ ഐസ് ടീ, മസാല ടീ, ലൈം ജ്യൂസ്, എല്ലാ സ്പെഷ്യാലിറ്റീസ്, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. നമ്മൾ ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ? അകത്തോണ്ട് ജസ്റ്റ് കയറി കാണാം. സ്പേസ് ഉണ്ട് ഇരിക്കാൻ. പഴയ ഇതാണല്ലേ, ബിൽഡിംഗ് ആണ്, പഴയ ബിൽഡിംഗ് ആണ്. നല്ല രസമുണ്ട്. ആ ഒരു പഴമന നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് പണ്ട് കാലത്ത് അറബികൾ നമ്മൾ വരുന്ന സമയത്ത് ഇവിടെയാണ് ഇവിടെ റെസ്റ്റ് ചെയ്യുന്നത്. റെസ്റ്റ് ചെയ്യുന്ന സ്ഥലമായിരുന്നു പണ്ട് കാലങ്ങളിൽ. ഇവിടെ എല്ലാം നമ്മൾ പുറത്ത് വായിച്ച എല്ലാ സംഭവങ്ങളൊക്കെ നമ്മളെ മെനു ആണ് ഇത്. എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളിൽ ഇവിടെ ഇരിക്കാനുള്ള ഇത്രയും നല്ല സ്പേഷ്യസ് ആണ്. നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ല, നല്ല സ്പേഷ്യസ് ആണ്. അപ്പോൾ ശരിക്കും അത് മാത്രമേ ഉള്ളൂ അടുക്കളയായിട്ട്? നമുക്ക് അല്ല, അകത്തുണ്ട്. അപ്പോൾ നമുക്ക് എവിടെ, അകത്താണോ പുറത്താണോ? എല്ലാ പ്രശ്നം നമുക്ക് അകത്തല്ലേ? നമുക്ക് പുറത്ത് വെച്ച് ചെയ്യാം. ഒരു വെറൈറ്റി ഉണ്ട്. കാരണം ബീച്ചിൽ നിന്നുള്ള കാറ്റും വണ്ടി പോണതും ചൂടും എല്ലാം കൂടെ നമുക്ക് പുറത്ത് തന്നെ ഇരിക്കാം. നല്ല വെളിച്ചമുണ്ട്. അതല്ലേ? നമ്മുടെ പുറത്തുള്ള അടുക്കള തട്ടിന്റെ മുമ്പിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. നമ്മൾ എന്ത് സ്പെഷ്യാലിറ്റിയാണ് ഇന്ന്? ചുട്ട മീനാണ്. നമ്മൾ ചുട്ട മീൻ എന്ന് പറഞ്ഞാൽ ആവോലി ചുടാൻ പറ്റും. ആവോലിയുണ്ട്, അയിലയുണ്ട്, കരിമീനുണ്ട്. ഇതെല്ലാം ചുട്ട് തരാൻ പോവാണ്. തീർച്ചയായും. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് കരിമീൻ
ഇതാണ് കരിമീൻ. അതെ കരിമീൻ. ഇപ്പൊ നമ്മള് കരിമീനെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചേക്കാണ്. അതെ എന്താ നല്ല പെസ്സൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എടുത്തിട്ട് ഇനി എന്താ ചെയ്യണ്ടേ? ഇത് നമ്മൾ മസാല ചെയ്യണം. മസാലക്ക് മസാല നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താന്ന് പറഞ്ഞു തരാം. അതാണ് നമ്മൾ ചെയ്ത് മസാല. അതെ അതെ ഓൾറെഡി നമ്മുടെ മസാല ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പറഞ്ഞു തരും ഇപ്പൊ തന്നെ. അപ്പോൾ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ യൂസ് ചെയ്യുന്നത് വെച്ചാൽ തൈര്, മഞ്ഞൾ, പിന്നെ വരുന്നത് പുതിന, മല്ലിയില, കുരുമുളക്, പിന്നെ വരുന്നത് ഇഞ്ചിപ്പൊടി, ഇഞ്ചി ചതച്ചത്, പിന്നെ വെളുത്തുള്ളി, പിന്നെ കുമീൻ പൗഡർ, അതായത് പെരിഞ്ചീരകം. അപ്പോൾ ഏകദേശം അതൊക്കെ തന്നെയാണ്. നമ്മളിവിടെ ഓൾറെഡി വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഓൾറെഡി നേരത്തെ അരച്ചതാണ്. കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാവലിംഗ്. ഓ എനിക്കൊരു കട്ടൻ അതെ ഇത് വെച്ചേക്ക് നമുക്ക് എന്തായാലും അപ്പോഴത്തേക്ക് ചായ വന്ന്. പേരെന്നേട്ടാ? ബിജു. താങ്ക് യു. ഇത് നമ്മുടെ സ്പെഷ്യൽ സുലൈമാനിയാണ്. ഇന്നലെ മറ്റേ ചുക്കും കുരുമുളകൊക്കെ ഇട്ട് നന്നായിട്ട് സ്പൈസി ഇട്ട് നമുക്ക് എരിവ് അറിയാൻ പറ്റുന്നുണ്ട്. എന്തായാലും എനിക്ക് ചെറിയൊരു കൊണ്ടുപോകാനൊക്കെ ഉണ്ടായി. നന്നായി. നമ്മൾ അരച്ച് വെച്ച എല്ലാ പേസ്റ്റും കൂടി ഇതിൻ്റെ ഉള്ളിലൊക്കെ ശരിക്കും ഒന്ന് പുരട്ടി വയ്ക്കുകയാണ്. അപ്പോൾ ഇത് ശരിക്കും ആ മഞ്ഞളൊക്കെ ഇട്ടതിൻ്റെ അത് അറിയാനുണ്ട് ശരിക്കും ആ കളറ്. ശരിക്കും ഏറ്റവും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ചൂടൻ ചോറിൽ ഇച്ചിരി മീൻകറിയും കുടമ്പുളി ഇട്ടിട്ട് വെച്ച മീൻകറിയും നല്ല മോരും കൂടി ഇടം തിരുമ്മി കടിച്ചു നോക്കി സാറ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ഇതിനകത്ത് കമ്പി വലയിലോട്ട് ഇതടച്ച് നല്ല കനൽ ഇങ്ങനെ എരിയുന്ന കനലിൻ്റെ ചൂടിൽ ഇങ്ങനെ ഇപ്പോൾ തന്നെ സംഭവം നന്നായിട്ട് എന്താ പറയുക വെന്ത് കിട്ടും. ഇരുന്ന് വേവും. അതെ ടൈം 10 മിനിറ്റ് സമയം എടുക്കും. അതുവരെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മുടെ കനൽ ഇങ്ങനെ എന്താ പറയുക എരിഞ്ഞെരിഞ്ഞ പുകയിൽ തന്നെ ചൂടിൽ വരുന്ന ശരിക്കും നല്ല മീനൊക്കെ നല്ല സെറ്റായിട്ട് വരും. നമ്മൾ ഇവിടെ ഇതൊക്കെ കൂടാണ്ട് വേറെ എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റീസ്? വേറെ സ്പെഷ്യാലിറ്റി നമ്മുടെ മടുക്ക ബിരിയാണിയാണ്. കലത്തിലുള്ള ബിരിയാണി, കലം ബിരിയാണി, മടുക്ക ബിരിയാണി. സ്പെഷ്യലാണ്. അത് ഫിഷ് ഉണ്ടാവും, കാട ഉണ്ടാവും, ഞണ്ട് കാടുണ്ട്, ഞണ്ട് ബിരിയാണി ഉണ്ട് കേട്ടോ. ഓരോ ദിവസങ്ങളിലാണ് വെറൈറ്റി. ഓരോ ദിവസം അവൈലബിലിറ്റി ബാക്കി എല്ലാം കൂടി കണക്കെടുത്തല്ലേ ഓരോ ദിവസങ്ങളിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ചിക്കൻ ഉണ്ട്, കടുക്ക ബിരിയാണി, കാട ബിരിയാണി. ഇന്ന് ഫിഷ് ബിരിയാണി, ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ സ്പെഷ്യൽ. ഞാൻ പറയാം, നമ്മൾ ഈ പല അറേബ്യൻ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഒരു സ്മെൽ ഉണ്ടാവില്ല. നല്ല എന്താ പറയാ ഒരു മീൻ ചുട്ട മണം. ചുട്ട മണം ഇങ്ങനെ അടിക്കുന്നുണ്ട്. കെമിക്കൽസ് ഒന്നും ഇത് നോർമൽ മസാല, നാടൻ മസാലയാണ്. അത് നമുക്ക് കാണാനുണ്ട്. കാര്യം അതിനകത്ത് ഈ അരച്ചതിനെ ഞാൻ പറഞ്ഞ നേരത്തെ തന്നെ മറ്റേ എന്തുവാ മുളകിൻ്റെ തരികൾ എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. കാരണം ആ ഇഞ്ചിയുടെ ആയാലും വെളുത്തുള്ളി ആയാലും നമുക്ക് അരപ്പ് കാണാൻ പറ്റും. ഒന്നും മറ്റേ പൊടിയൊക്കെ ഇട്ട് വെറുതെ കലക്കി അങ്ങ് ഒഴിക്കണമല്ല. ഇതുണ്ടോ ശരിക്കും നമ്മളെ ആ ഒരു ഈർപ്പം ഇളകി പോകണുണ്ടോ? അതെ, ഒന്ന് ജസ്റ്റ് ഒന്ന് കുലുക്കി വരുമ്പോൾ അറിയാം ശരിക്കും ഇങ്ങനെ ഡ്രെയിൻഡ് ആവുന്നുണ്ട്.